അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി കെ ബാബുവിന്റെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. 25,82,000 രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, കെ ബാബു മന്ത്രിയായിരുന്ന സമയത്ത് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നതാണ് കേസ്. എന്തെല്ലാമാണ് ഇഡിയുടെ കണ്ടെത്തൽ? നീലിമ, കെ ബാബുവിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് നേരത്തെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. FIR രജിസ്റ്റർ ചെയ്ത വിശദമായ അന്വേഷണം ആരംഭിക്കുകയും പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ പറയുന്നത് കെ ബാബു അനധികൃതമായി 45%-ലധികം സ്വത്തുക്കൾ അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ട് എന്നായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിജിലൻസിന്റെ FIR-ന്റെ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെ ബാബുവിനെതിരെ അന്വേഷണം ആരംഭിച്ചത്. ഇഡിയുടെ കണ്ടെത്തൽ, ഈ വിജിലൻസിന്റെ കണ്ടെത്തൽ ശരിവെക്കുന്നത് തന്നെയാണ് ഇഡിയും ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് 2007 ജൂലൈ 1-നും 2016 മെയ് 31-നും ഇടയിലുള്ള കാലയളവിൽ കെ ബാബു വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന് തന്നെയാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാലയളവിൽ 25.82 ലക്ഷം രൂപ അനധികൃതമായി സമ്പാദിച്ചു എന്നാണ് ഇഡി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം 25.82 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയത്. മാത്രമല്ല, അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 13(1) പ്രകാരം കെ ബാബു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ കേസിൽ അന്വേഷണം തുടരും എന്ന് തന്നെയാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. കെ ബാബു 2011 മുതൽ 2016 വരെ കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു. അതുകൂടാതെ അതിന് മുൻപും അദ്ദേഹം ദീർഘകാലം MLA-യുമായിട്ടുണ്ട്. വിജിലൻസ് പരിശോധിച്ച 2001 മുതൽ 2016 വരെയുള്ള കാലയളവിലെയാണ്. ആ കാലത്ത് 45%-ലധികം സ്വത്ത് അനധികൃതമായി കെ ബാബു സമ്പാദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് ശരിവെക്കുന്ന കണ്ടെത്തൽ തന്നെയാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി കെ ബാബുവിന്റെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. വിവരങ്ങളാണ് ഉമേഷ് പങ്കുവച്ചത്.